ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ എൻ്റെ മക്കളെ വിശേഷം? നമ്മൾ ഇഡ്ഡലി പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വേവിച്ച് വെച്ചിട്ടുണ്ട്, അതെടുക്കണ്ട. അപ്പം പിന്നെ നമ്മൾ തേങ്ങ അരക്കാൻ ചെറിയൊരു ചെറിയ ചാറിൽ പിന്നെ പച്ചമുളകും കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചട്ടിനിക്കുള്ള കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങ പിന്നെ മല്ലി ഓല ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം, നമ്മൾ പിന്നെ നെറ്റിൽ അന്നേരം ദോശയാണ് പിന്നെ അന്നത്തെ അരച്ചൊക്കെ മാവുണ്ടായിരുന്നു കേട്ടോ. ഒന്നായിട്ട് അരച്ച് വെക്കലാണ്, ഫ്രിഡ്ജിൽ വെച്ചോണ്ട് പുളിക്കും കാര്യമൊന്നും ചെയ്യില്ലല്ലോ. അപ്പം പിന്നെ നമുക്കത് എടുത്ത് മാറ്റണം. രണ്ടാമത്തെ ഇഡ്ഡലിയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി കാണിക്കണം. ചെറിയ ഇഡ്ഡലിയാണ് കേട്ടോ. ഈ പാത്രത്തിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് മേടിച്ചതാണ് ഈ ഇഡ്ഡലി പാത്രം കേട്ടോ. നല്ല അടിപൊളി പാത്രമല്ലേ. അപ്പോൾ ഇഡ്ഡലി ഓരോന്ന് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കട്ടോ. ഇത് വന്നതാണ്. അപ്പോൾ അതിൽ കാൽച്ചായ കുടിച്ചാൽ പോയി. അപ്പോൾ ഓരോന്ന് നല്ല പെർഫെക്റ്റായിട്ട് ഇഡ്ഡലി കിട്ടിക്കൊണ്ടോ. അങ്ങനെ കിട്ടണം, അല്ല പൂ പോലത്തെ ഇഡ്ഡലിയാ. നല്ല കട്ടിക്ക് അരക്കുമ്പോൾ വളരാതെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലിയൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. ഇടയ്ക്ക് ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ വലിപ്പം ഇതൊന്നും സൈസൊന്നും ഞാൻ നോക്കിയില്ല. ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ സ്റ്റൈൽ കണ്ടിട്ടാണ് മേടിച്ചു ചെയ്തത്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഇത് കുറേ ഇഡ്ഡലി ഒരു ഇഡ്ഡലി തിന്നണം, 3 ഇഡ്ഡലി തിന്നണം, അത്രേ ഉള്ളൂ. 3 ഇഡ്ഡലിയുടെ വലിപ്പം ഒരു ഇഡ്ഡലി, 3 തിന്ന ഒരു ഇഡ്ഡലിയാവും. അപ്പോൾ എത്ര വേണമെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഡ്ഡലി പാത്രം ഞാൻ മേടിച്ചു കേട്ടോ. കുഞ്ഞേ ഇഡ്ഡലി ഭയങ്കരമായിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ചട്ടിനി നല്ല കോമ്പിനേഷൻ അല്ല പൊന്നു മക്കളെ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ കുഴിയിലും എണ്ണ ഒന്ന് തൂവി കൊടുക്കണം, എന്നെങ്കിലുള്ളത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. തൂവി കൊടുത്തിങ്ങനെ എല്ലാ കുഴിയിലും കേട്ടോ. അങ്ങനെ എല്ലാ കുഴിയിലും എണ്ണ ആക്കിയിട്ട് തട്ടിയിട്ട് തപ്പിണ്ടാവില്ല. ഒരു ട്രിപ്പ് തന്നെ ഉണ്ടാക്കാണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പാർന്ന് കൊടുക്കുക ഓരോ കുഴിയിലായിട്ട് കേട്ടോ. കുഞ്ഞേ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഡ്ഡലിയാണ് പാത്രം. എനിക്കും തന്നെ കുട്ടികളെ വാങ്ങി അങ്ങനെയൊക്കെ തന്നെയുള്ള ഇഷ്ടം കേട്ടോ. ഇപ്പം ഇനി വേറേക്കൊന്നും ഭാരം ഉണ്ടാവില്ല, 2 ട്രിപ്പ് കഴിഞ്ഞതുകൊണ്ട്. ഇതൊക്കെ തുടച്ചിലേക്ക് പാരുന്നു. അപ്പം എല്ലാവരും ചായയും കടിയൊക്കെ കാൽച്ചായയും പിന്നെ അശോകചക്കരൊക്കെ തിന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓഫാക്കിയതാണ്. അങ്ങനെ ഗ്യാസുകളുണ്ടല്ലോ വെച്ചിട്ടേ. അപ്പോൾ ഈ ചട്ടിനി അരച്ചെടുക്കാണ്ട് തേങ്ങ ചട്ടിനിക്കുള്ള തേങ്ങ ചട്ടിനി അരച്ചെടുക്കില്ല കേട്ടോ. പൊന്നു മക്കളെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. തന്നെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്താറിയോ, ഇതിലെല്ലാ പിന്നെ കുഴിയിലും വെള്ളം തുടച്ച് പാരുക. മാവൊന്നും കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളം തിളച്ചു. ഇഡ്ഡലി പാത്രം നമ്മളിത് കറക്കി വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇറക്കി വെച്ച് കൊടുത്തിട്ടാ. അപ്പം നമ്മളെ കയ്യിൽ തേങ്ങ ഉണ്ട്. തേങ്ങ ഒന്ന് പിന്നെ അരച്ചെടുക്കണം. അപ്പത്തിന് മിക്സിയിലിട്ട് കറക്കും. ഒരു 10-15 മിനിറ്റൊക്കെ കടന്നിങ്ങനെ 10-20 മിനിറ്റ്. അപ്പം നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാട്ടോ മക്കളെ. അപ്പം തേങ്ങ അരച്ചു. അപ്പം നമ്മളെ ഇഡ്ഡലി വെന്തുക്കണോ നമ്മളൊന്ന് ഒരു കത്തിയോട് കുത്തി നോക്കട്ടോ. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒട്ടിപ്പൊടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് വലിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ. അപ്പോൾ തേങ്ങ ഒക്കെ
അരച്ചു നമ്മളെ കുഞ്ഞി ചാറിൽ കേട്ടോ. അതിനകത്തുള്ള തേങ്ങ ഇനി നമുക്ക് ചട്ടിനിക്ക് കടുക് പൊട്ടിക്കണം. ചിലവർ കടുക് പൊട്ടിക്കാതെ ഇങ്ങോട്ട് വരല, താളിച്ച് വരണം. താളിപ്പ് കേട്ടോ. അപ്പം താളിപ്പിക്കാൻ വേണ്ടി നമ്മളെ വട്ടിലിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ കുത്തി നോക്കാം. വട്ടി പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എടുക്കുക നമുക്ക്. നല്ല പെർഫെക്റ്റായിട്ട് വന്നു കൊണ്ടാട്ടിൽ നല്ല പൊങ്ങി വന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളങ്ങൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ചട്ടിനി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ. അതിൽ വറ്റൽമുളക് കൊടുത്തൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അതൊരു രസമല്ല പോലെ മക്കളെ ചട്ടിനിക്ക്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിരിക്കുന്നു. അപ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചാൽ കേട്ടോ. കൂടുതലായിട്ട് എണ്ണയും മുളക്കൊക്കെ കുറച്ച് കുറക്കലാണ് നല്ലത്. നമ്മളൊക്കെ കൺട്രോളിലാണ്. എല്ലാവരും നമ്മൾ വാരി വലിച്ച് തിന്നാൻ വിചാരിച്ച് നമ്മൾ എന്തിനാപ്പോൾ വീഡിയോ എടുക്കണമെന്നറിയോ? നമുക്കൊരു വീഡിയോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണ വീഡിയോ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിച്ചിട്ട് നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പോഴോ നിങ്ങൾക്ക് കഴിക്കൽ തന്നെ പണി, എപ്പോഴും തിന്നലാണോ എന്നുള്ള പരിഹാസം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അവനാണെന്നുള്ളത് എനിക്കൊരു വീഡിയോത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കണം കേട്ടോ. നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കാണെങ്കിലോ ഞാൻ തിന്ന് കുടിച്ച് കിടക്കുകയാണ്. എനിക്ക് ഞാൻ തന്നെ വാങ്ങണം. എനിക്ക് വേറെ ആരും വാങ്ങിത്തരാനില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ. വേറെ ആരും എനിക്ക് ഇപ്പം വറ്റൽമുളകിൻ്റെ എവിടെയാണ് കാണാൻ ഞാൻ പറ്റും മക്കളെ. കുറേ തരുന്നു. മൂപ്പരാളെ എവിടെ പോയി കിടക്കുന്നു. മൂപ്പരാളെ കെട്ടിത്തരും കേട്ടോ. ഇതാ ഒരു വറ്റൽമുളക് ഇടാം. ഒരു ചന്തത്തിന് വേണ്ടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു വറവിൻ്റെ മണല്ലേ. അപ്പം നമ്മളെ കടുക് കുട്ടനിട്ട് കൊടുക്കാം. കടുക് കുട്ടന് ഇതാ ഒരു ടീസ്പൂൺ കടുക് കേട്ടോ. ഞാൻ ചടപടാച്ചിട്ട് പൊട്ടില്ല പൊന്നേ, മേലൊന്നും പൊളിക്കല്ല കേട്ടോ. അപ്പം നമ്മളെ നാച്ചുറൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ച കറിവേപ്പില ചടപടാച്ചിട്ട് പൊട്ടിച്ച്. അപ്പോൾ സ്പീഡൊന്ന് കുറച്ചെടുക്കുക. വല്ലാതെ കടുക് പൊട്ടിച്ചെടുത്ത് വെച്ച്. അപ്പം നമ്മളെ കടുക് പൊട്ടിച്ച് ഈ വറ്റൽമുളക് ഇങ്ങനെ നമ്മളെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തൊന്നും തൊടയില്ല. കുറച്ച് കൈ കൊണ്ടേ എന്നാൽ മുഖം നീറും ആകെ ഇതാവട്ടോ. അപ്പം നമ്മളെ ചട്ടിനി കുട്ടനാട് ഒഴിച്ചു കൊടുക്കുക. ചട്ടിനി കുട്ടനല്ല, തേങ്ങ കുട്ടനാണ്. ഒന്ന് വെള്ളമൊക്കെ മൂറ്റിനോട്ടെ. കറിവേപ്പിലയും ആ വറ്റൽ മുളകും കൂടെ വെള്ളം കൂടെ മൂറ്റി ഉപ്പിച്ചെടുത്തിട്ട് ചട്ടിനി അന്ന് തേങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മിക്സി ഒന്ന് ഒന്ന് ഇതാക്കിയിട്ട് അതിലൊക്കെ തേങ്ങ അരിക്കുണ്ടാവും. അപ്പോൾ ഒന്ന് ഒഴിച്ചെടുക്കുക. ചട്ടിനി ഇവിടെ റെഡിയായി. അപ്പം ഇഡ്ഡലിയും ചട്ടിനിയാണ് നമ്മളെ കോമ്പിനേഷൻ കേട്ടോ. ചിലവർ താളിപ്പ് ഇങ്ങോട്ട് തീക്ക് വെച്ച അരച്ചിക്ക്. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കല്. ഈ നല്ലോണം തിളച്ചോട്ടെ ഇഡ്ഡലി ചട്ടിനി. എപ്പോഴും ഇങ്ങനെ മാറി തന്നെ പറയണ്ടേ കുട്ടികളെ. അപ്പോൾ ഇത് ചായക്ക് വെള്ളം വെക്കാനുള്ള ചായക്ക് വെള്ളം എടുത്തു വെക്കട്ടെ. ഓരോന്ന് കഴിയുമ്പോഴത്തേനും ഓരോന്നും വെക്കാലോ.
ശരിയില്ല. ഇന്ന് കൊറിയർ ഓഫീസിൽ പോവാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ട് പാത്രമൊക്കെ വീണ് മക്കളെ. ഡ്രസ്സാണ് വന്നിട്ട് മാറ്റുന്നത്. നമ്മുടെ സെമിത്ത നമുക്ക് അയച്ചതാണ്. ഇന്നലെ പോയി കൊറിയർ ഓഫീസിൽ പോയി. അപ്പം ഇന്നലെ വന്നിട്ടില്ല. ഇന്നലെ പിന്നെ 5 മണിയോടെ 6 മണിയോടെ വന്നത്. പിന്നെ പോയേക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചട്ടിനൊന്നൊന്ന് തള വേണം കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തളർത്ത് പറ്റണം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. ബിസ്മില്ലാഹിർ പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. പശുമ്പാലാണ് കേട്ടോ. നോക്കാൻ അതും കൂടെ കഴിഞ്ഞാൽ ചട്ടിനിയും ഇഡ്ഡലിയും ഒക്കെ തയ്യാറായി കഴിഞ്ഞ് ചായക്കുള്ള വെള്ളം കൂടെ ഇനി അത്രക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല കട്ടി പറ്റില്ല, കൂടുതൽ കട്ടി. അത്ര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ തേയിലപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതാ പഞ്ചസാര പാത്രത്തുമ്മേന് ഇതിന് വെച്ചിരുന്നേ, കോണ് വെച്ചിരുന്നത്. നമ്മളെ ക്യാമറ പിന്നെ സ്റ്റാൻഡ് ഇതിൻ്റെ മൊബൈലിൻ്റെ. എത്ര ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് വളമൊക്കെ അവിടെ ഊരി വെച്ചിരിക്കണം മക്കളെ. അപ്പം നമ്മൾ അയിമാഴ കൊണ്ടു വെച്ചിരിക്കണം. കുറച്ച് എകരം വേണമല്ലോ. സ്റ്റാൻഡ് കാലിലുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും എടുക്കല്ല. ചിലപ്പോൾ അവിടെ തിരിഞ്ഞ് അയിമന്ന് പോയി വീണാൽ ഗ്യാസല്ലേ. അപ്പോൾ കുറച്ച് തേയിലപ്പൊടി, 1 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരാം. അപ്പം വാങ്ങി വെച്ചാൽ നമ്മുടെ ചായ റെഡി കേട്ടോ. അപ്പം അതിലൊരു ഏലക്ക തിരഞ്ഞിട്ടിട്ട് ഒരു ഏലക്ക ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഏലക്കുള്ള ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളി, കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഏലക്ക കൂട്ടാ. നീ എവിടെ പോയടാ കള്ളാ? ഇവിടെ വന്നോടാ നീ. അപ്പം ഏലക്കയുടെ കൊടുത്തു ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഞാൻ ഇന്ന് രാവിലെ ഒരു മസാല ചായ കഴിച്ചു. എനിക്ക് അങ്ങനെയൊക്കെ ഏലക്കായ മസാല ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ തൊണ്ടൊക്കെ വെക്കുന്നല്ല ഭയങ്കര ഇഞ്ചി ചായയൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഏലക്ക തോന്നി കുറച്ച് ഏലക്ക മേടിച്ചു കൊണ്ടുവരണം. ഒക്കെ കഴിഞ്ഞിക്കണം. പിന്നെ ചെറിയ ചെറിയ പേക്കുകൾ ഭീമണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഭീമണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓഫാക്കിയതാണ് കേട്ടോ. ചായ നല്ല തിളക്കാൻ വരുന്നുണ്ട്. ഒരേലക്കായ ഇട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇട്ടോളിട്ടോ. വേണമെങ്കിൽ ഇഞ്ചി പൊട്ടും കൂടെ ഇട്ട് കൊടുത്താൽ അത്രയും നന്നു കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, അത് നല്ലതാണ്. അപ്പോൾ നമ്മളെ ചായയിൽ അല്പം മഞ്ഞൾപ്പൊടി ഇടാൻ പോകട്ടെ മക്കളെ. മഞ്ഞൾപ്പൊടി ശരീരത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ വേദന കുറക്കാനല്ലോ. ഇത് മഞ്ഞൾ ചായയും ഒക്കെ രസം പിന്നിട്ട് കൊടുത്താൽ മതിട്ടോ. ഈ ടേസ്റ്റ് മഞ്ഞളിൻ്റെ ടേസ്റ്റൊന്നും വരില്ല. ശരീരത്തിന് വേദന കുറക്കാനൊക്കെ നല്ല ഒരൗഷധമാണ് മഞ്ഞൾ. മഞ്ഞൾ ധാരാളം നമ്മൾ കോരി കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മഞ്ഞളും കെട്ട ചായയാണ് നമ്മൾ കുടിക്കാൻ. മഞ്ഞൾപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും. അപ്പോൾ നല്ലോണം ഈ ഒരു ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളച്ച് വന്നു. അപ്പോൾ നമ്മളെ ചായ ഓഫാക്കിയിട്ടാ. ഇനി നമ്മളെ ചായയും വന്നു, ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ കാണിച്ചു കേട്ടോ. ഇഡ്ഡലി, ചായ, പിന്നെ ചട്നി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സി യു. അസ്സലാമു